കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇലക്റ്റീവ് കോർപ്പറേഷൻ്റെ സിലബസ് അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ സിലബസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അതൊരു PDF ആയിട്ട് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇപ്പോൾ നമുക്ക് സിലബസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സിലബസിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്, അതുപോലെ തന്നെ കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇലക്റ്റീവ് കോർപ്പറേഷൻ എന്താണെന്ന് ജസ്റ്റ് പറയാം. ഇലക്റ്റീവ് കോർപ്പറേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ചിലപ്പോൾ BA, BCom, BBA അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ MBA കഴിഞ്ഞവരായിരിക്കും. നിങ്ങൾക്ക് കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ എക്സാം എഴുതണമെങ്കിൽ ഒന്നുകിൽ HDC വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിനോടൊപ്പം കോർപ്പറേഷൻ വേണം. PSC എക്സാമുകൾ എഴുതണമെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേഷൻ മാത്രമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുതിയെടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രത്യേകമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനിയും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഡേറ്റ് മാർച്ച് 5 വരെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റൊക്കെ ഉണ്ട്. അപ്പം ഫീസ് അടയ്ക്കാത്തവർ, എക്സാമിന് വേണ്ടി ഫീസ് അടയ്ക്കാത്തവർ ആ ഫീസുകൾ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻസിനോടൊപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര സബ്ജക്റ്റാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് എഴുതേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഒന്നും എഴുതേണ്ട. നിങ്ങൾ കോർപ്പറേഷൻ്റെ 2 പേപ്പറുകൾ മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് ഇയറിലെ കോർപ്പറേഷൻ സബ്ജക്റ്റും അതുപോലെ തന്നെ തേർഡ് ഇയറിലെ ഒരു കോർപ്പറേഷൻ സബ്ജക്റ്റും എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ഇലക്റ്റീവ് കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ ഇലക്റ്റീവ് കോർപ്പറേഷന് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തു, എക്സാം ഫീ അടയ്ക്കുന്നു. എക്സാം ഫീ അടയ്ക്കുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എക്സാമിന് കൂടി വേണ്ടിയാണ് എക്സാം ഫീ അടയ്ക്കുന്നത്. അപ്പോൾ എക്സാം നടക്കുന്നത് ആദ്യം തേർഡ് ഇയർ സ്റ്റുഡൻസിൻ്റെ എക്സാം ആയിരിക്കും നടക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോഴും സെമസ്റ്റർ പഠിക്കുമ്പോഴും ആദ്യം തേർഡ് ഇയേഴ്സിൻ്റെയാണ് നടക്കുന്നത്, പിന്നെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ നടക്കും. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയർ കോർപ്പറേഷൻ എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തേർഡ് ഇയർ കോർപ്പറേഷൻ ആയിരിക്കും എഴുതുന്നത്. ഇതുവരെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ തേർഡ് ഇയർ കോർപ്പറേഷൻ്റെ എക്സാം ആയിരിക്കും ആദ്യം എഴുതുന്നത്. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് ഇയർ കോർപ്പറേഷൻ്റെ എക്സാം എഴുതേണ്ടത്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, നിങ്ങളുടെ മെമ്മോ വെരിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫക്റ്റ് മെമ്മോ വരും. എന്താണോ നിങ്ങളുടെ പ്രോബ്ലം, ആ ഡിഫക്റ്റ് മെമ്മോയും കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മാറ്റി, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൊടുക്കാത്തതാണെങ്കിൽ അത് കൊടുത്ത്, ഫൈൻ അടിച്ചത് കൊടുത്ത് നിങ്ങളുടെ മെമ്മോ ശരിയായി കിട്ടും. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു മെമ്മോയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മെമ്മോയും എല്ലാം തിരിച്ച് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. ആ അഡ്രസ്സിൽ വരുന്ന മെമ്മോ നിങ്ങൾ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലെ എക്സാം രജിസ്ട്രേഷൻ സെൻറ്ററിൽ കൊണ്ടു കൊടുക്കുക. ദെൻ ഇതിന് ശേഷം എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, നിങ്ങൾ ചൂസ് ചെയ്ത കോളേജിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വരുന്നതായിരിക്കും. അവിടെ നിന്ന് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇങ്ങനെയാണ് പ്രൊസീജിയർ. എക്സാമിൻ്റെ റിസൾട്ട് ഒരുമിച്ചാണ് വരുന്നത്. തേർഡ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും റിസൾട്ട് ഒരുമിച്ച് വരും. ഇപ്പോൾ ഇരിക്കുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ കുട്ടികളുടെ തേർഡ് ഇയർ റിസൾട്ട് വരുന്നതിനോടൊപ്പം നിങ്ങളുടെയും റിസൾട്ട് വരും. റിസൾട്ട് വന്നാൽ നിങ്ങൾ ഏത് കോളേജിലാണോ എക്സാം എഴുതിയത് ആ കോളേജിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരും. മാർക്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാലോ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പോലെ തന്നെ ഒരു നിങ്ങൾ കോർപ്പറേഷൻ എഴുതിയെടുത്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ BCom ഫിനാൻസ് എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ BCom കോർപ്പറേഷനോട് നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും. ഇനി സിലബസ് ആണ് പറയുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഇയർ സിലബസ് പറയാം. കോർപ്പറേഷൻ 1 സെക്കൻഡ് ഇയർ സിലബസ് ആണ് പറയുന്നത്. സെക്കൻഡ് ഇയർ സിലബസിനകത്ത് നിങ്ങൾക്ക് 10 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. 10 മൊഡ്യൂളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ പറയാം. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് പറയുന്നത്. ഇതിനകത്ത് ആദ്യം കോർപ്പറേഷൻ എന്താണെന്ന് ജസ്റ്റ് വേണ്ടതാണ്. കോർപ്പറേഷൻ എന്ത് വേണം, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ, റോക്ക്ലർ, അതുപോലെ തന്നെ ICA, കാർവ് കമ്മിറ്റി, ഇതിലേതെങ്കിലും ഒരു കമ്മിറ്റി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. സെക്കൻഡ്, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ, ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, ചൈന, ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും എങ്ങനെയാണ് കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് അത് ഒരു പോർഷനാണ്. ഇപ്പോൾ എല്ലാം ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ചൈന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കോർപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡെവലപ്മെൻറ്റ്, കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പഠിക്കാനുണ്ട്, അത് ജസ്റ്റ് പഠിച്ചു വെക്കുക.
സെക്കൻഡ് മൊഡ്യൂളിലും ഫസ്റ്റ് മൊഡ്യൂളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ മീനിങ്ങും ഇൻട്രൊഡക്ഷനും മീനിങ്ങും ഡെഫിനേഷനും അതുപോലെ തന്നെ ആ 4 കമ്മിറ്റികളെ കുറിച്ചൊന്ന് ജസ്റ്റ് പഠിക്കാവുന്നതാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ കോർപ്പറേഷൻ ഒരുപാട് മാർക്കിന് വേണ്ടിയല്ല എഴുതിയെടുക്കുന്നത്, ജസ്റ്റ് ആ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് എങ്കിൽ, പാസ്സാവാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ വേണമെങ്കിൽ ഒഴിവാക്കാം. എല്ലാം ഒന്നും ചോദിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഇംഗ്ലണ്ട് അതുപോലെ തന്നെ ചൈന അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. തേർഡ് മൊഡ്യൂളിൽ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഇതിനകത്ത് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ 2 ടയർസ് ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഇനി 4ാമത്തെ മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഒബ്ജക്റ്റീവ്സും വർക്കിങ്ങും എങ്ങനെയാണെന്നുള്ളതാണ് 4ാമത്തെ മൊഡ്യൂൾ. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പം എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പഠിക്കാം. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിങ്, അധികം ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ല, എന്നാലും ഹൗസിംഗ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, അതുപോലെ തന്നെ ഒരു ഡയറി, ഫിഷർമാൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെക്ടർ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ നാഷണൽ ഫെഡറേഷനും ഒക്കെ നിങ്ങൾക്ക് അതിൽ വരുന്നതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ PDF നിങ്ങൾക്ക് തരാനുള്ളൊരു സൗകര്യം പറയാം. അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. നെക്സ്റ്റ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓരോ ടേമുകളും ചോദിക്കുന്നതാണ്. ഓരോ ടേമും ഓരോ വർഷങ്ങളിലായിട്ട് ചോദിക്കും. NAFED, NAFICS, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാൻ പറ്റും. ഇത് ഏതാണെന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നബാർഡാണ്. നബാർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും വർക്കിംഗ് ഓഫ് നബാർഡും നബാർഡിൻ്റെ ഫങ്ഷൻസ് എല്ലാം വരുന്ന ഒരെണ്ണമാണ് നബാർഡ്. നെക്സ്റ്റ് 8th മൊഡ്യൂളിൽ ട്രെയിനിങ് സ്ട്രക്ചറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ രീതിയിലാണ് കോപ്പറേറ്റീവ് മെമ്പേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്, NCUI എന്താണ്, NCCT എന്താണ്, ഇതൊക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാമിക്കോം, പിന്നെന്താണ് പ്രോസ്പെക്റ്റീവ്സ് ഓഫ് മെമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്താണ്, അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ആയിട്ട് ചോദിക്കാം. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ്സ്. ഇത് വലിയൊരു സിലബസ് ആണെങ്കിലും 10 മൊഡ്യൂൾ ഉണ്ടെങ്കിലും വലുതായിട്ട് ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചു വരുന്ന ഒരു രീതിയിലാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2020 ഏപ്രിൽ നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്നാണ്, തെറ്റിപ്പോയതാണ്. 2 മാർക്ക്, 5 മാർക്ക്, 20 മാർക്ക്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡിഗ്രിയെ പോലെയല്ല 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 15 മാർക്കല്ല. ഇപ്പോൾ 2 മാർക്ക്, 5 മാർക്ക്, 20 മാർക്ക് എന്നിങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് ഡിഫൈൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് ഡിഫൈൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്കൻഡ്, വിച്ച് കൺട്രി ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അത് നമ്മൾ ഇംഗ്ലണ്ട്, ചൈന ആ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്നതായിരിക്കും. ദെൻ തേർഡ് മൊഡ്യൂളിലൊക്കെ വരുന്നതാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് NBCET, ന്യൂ നെയിം അറിയാം. പിന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ കളർ എന്താണ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ എക്സാമ്പിൾസ് എഴുതുക. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, വാട്ട് ഈസ് NCHF, വാട്ട് ഈസ് നബാർഡ്, വാട്ട് ഈസ് NAFSCOB, അതുപോലെ തന്നെ റൈറ്റ് ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. 12 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്.
എ കോപ്പറേറ്റീവ് സിസ്റ്റം ഹാസ് എ സോഷ്യൽ ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA? ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞല്ലോ, ICA കാർവ് കമ്മിറ്റി ഒക്കെ ഉണ്ട്. അതിലൊരു കമ്മിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അതാണ് 5 മാർക്ക്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA? രണ്ടാമത്തെ, വൈ റോട്ട്ലർ ആർ കാൾഡ് പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതും ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയാണ്, ആ കമ്മിറ്റിയിൽ വരുന്നതാണ്. റോട്ട്ലർ കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാനുള്ള. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ റെയ്ഫ്സൺ ആൻഡ് സൂസൻ ബാങ്ക്സ് ആണ്. അത് ഡിഫറൻസ് നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, റൈറ്റ് എ നോട്ട് ഓൺ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, യൂണിയൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി സ്റ്റേറ്റ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലാർജ് സൈസ്ഡ് സൊസൈറ്റി. വാട്ട് ആർ ദി മെയിൻ ഫീച്ചേഴ്സ്? ലാർജ് സൈസ്ഡ് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഫീച്ചേഴ്സാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അക്രഡിറ്റ് സൊസൈറ്റിയുടെ കൂടെ പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും തമ്മിലുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് അത് കൊടുക്കുന്നത്? ഒരു മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കാനുണ്ട് ട്രെയിനിങ് എഡ്യൂക്കേഷൻസ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് SCARDBS? നബാർഡ് പഠിക്കുന്നത് പോലെ തന്നെയാണ് അതും പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഇന്ത്യ? നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്? സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നുണ്ട് ഏതൊക്കെ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 5 മാർക്കിന് 8 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 20 മാർക്കിൻ്റെ 4 essay ആണ്. ഡിഫൈൻ കോപ്പറേഷൻ, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ? അതാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂളാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിനും 20 മാർക്കിനും ഒക്കെ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. ഇംഗ്ലണ്ടിൻ്റെയും ചൈനയുടെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് എഴുതാം. അതിനകത്ത് നിങ്ങൾ കോപ്പറേഷൻ എന്തുവാണെന്ന് തൊട്ടുള്ളത് എഴുതാം. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്താ, കോപ്പറേറ്റീവ് യൂണിയൻ എന്താണെന്ന് എഴുതാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്താണെന്ന് എഴുതാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതാം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് NAFED? വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ്? ഇത് വാംനിക്കോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനും ചോദിക്കും 2 മാർക്കിന്. അതുപോലെ തന്നെ essay ആയിട്ടും 5 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയാണ് സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. ഒരുവിധം ഇതുവരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 5 മാർക്കിന് ചോദിക്കുന്നത് 20 മാർക്കിന് ചോദിക്കും, 20 മാർക്കിന് ചോദിക്കുന്നത് 5 മാർക്കിന് ചോദിക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിയിട്ട് പോവുക. ഇനി പറയുന്നത് തേർഡ് ഇയർ സിലബസ് ആണ്. തേർഡ് ഇയർ എക്സാം ആയിരിക്കും നിങ്ങൾ ആദ്യം തന്നെ എഴുതാൻ പോകുന്നത്. നമ്മൾ ആദ്യം സെക്കൻഡ് ഇയർ എഴുതാതെ തേർഡ് ഇയർ എഴുതാൻ പോവുകയാണ്. അപ്പം തേർഡ് ഇയറിൽ ഫസ്റ്റ് ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1904ഉം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു ബുക്ക് പറയാം. അതിൽ എല്ലാ നോട്ടും ഒന്നുമില്ല, എല്ലാ സിലബസും ഒന്നുമില്ല. പക്ഷേ കോപ്പറേഷൻ എടുത്ത് ഇലക്റ്റീവ് കോപ്പറേഷൻ പഠിക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഓഫ് കേരള. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഓഫ് കേരളയിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ. നെക്സ്റ്റ്, അമെൻമെൻറ്റ് ഓഫ് ബൈലോ എന്താണെന്നും അതിൻ്റെ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നത്, ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഇത്രയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ ബൈലോയും അമെൻമെൻറ്റ് ഓഫ് ബൈലോയും എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ളത് അമാൽഗമേഷനാണ്. അമാൽഗമേഷനും എങ്ങനെയാണ് മെർജറും ഒക്കെ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നടത്തുന്നത്. നെക്സ്റ്റ്, അവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ടെർമിനേഷനാണ് അവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്.
തേർഡ് മൊഡ്യൂളിൽ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു പവർ പഠിച്ചു വെച്ചാൽ എല്ലാത്തിൻ്റെയും പവേഴ്സ് അതായിട്ട് എഴുതാം. പവർ ഓഫ് ജനറൽ ബോഡിയുടെ പവേഴ്സ് എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഉണ്ട്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള മീറ്റിംഗ്സ് ആണ് നടക്കുന്നത്, ആ മീറ്റിംഗ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ പവർ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻസ്പെക്ഷൻ എൻക്വയറി എന്താണെന്നുണ്ട്, അത് പഠിക്കേണ്ടതാണ്. അത്രയും കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ ഫിനാൻസിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അധികമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല ഫിനാൻസിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനകത്ത് അധികമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എന്നാലും സ്റ്റേറ്റ് എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്, കോൺട്രിബ്യൂഷൻ ഷെയർ, ക്യാപിറ്റൽ വാല്യൂ ഇൻ ലെസ്, അഡ്വാൻസ്, ഗ്യാരണ്ടി ആൻഡ് സബ്സിഡറി, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അതർ റിസർവ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ അങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഫിഫ്ത്ത് മൊഡ്യൂളിൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടാണ്. ഇതിനകത്ത് ആർബിട്രേഷൻ, അതുപോലെ എക്സിക്യൂഷൻ, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ്, അപ്പീൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒഫൻസും പെനാൽറ്റി എന്താണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒഫൻസും പെനാൽറ്റി എന്താണ്, അത്തരം കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞ തവണ ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. തേർഡ് ഇയർ എക്സാം എളുപ്പമുള്ള രീതിയിലാണ്, നല്ല ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു തേർഡ് ഇയർ ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാണ് ലിക്വിഡേഷൻ എന്താണ്, ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അപ്പോയിൻമെൻറ്റ് ഓഫ് നമ്മളൊരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യില്ല, അപ്പോൾ അവരുടെ പവർ എന്താണ്, അത്തരം കാര്യങ്ങളാണ് സെവൻത് മൊഡ്യൂളിൽ പഠിക്കുന്ന ലിക്വിഡേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ലിക്വിഡേഷൻ എന്താണെന്നൊക്കെ എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ബുക്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് എസ്സേ ആയിട്ട് ചോദിക്കാനേ ഒരുപാട് എഴുതാനുണ്ട്. 15-16 ബുക്കോളം കോപ്പറേറ്റീവ് സൊസൈറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബുക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് 8th മൊഡ്യൂളിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ്. അത് വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മുടെ സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ മാത്രമേ ആ മൊഡ്യൂളിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ആ മൊഡ്യൂളിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ആയിട്ടൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങൾക്കറിയാമല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ കോപ്പറേഷൻ ലെജിസ്ലേഷൻ ആണ്. ഓരോ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ മൊഡ്യൂളിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിക്വിഡേഷനും അതുപോലെ തന്നെ ബുക്സ് ആൻഡ് രജിസ്റ്റർ, ദെൻ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓരോ ആൾക്കാരുടെയും പവർ എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇവല്യൂഷൻ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത്, 1904 കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ ആക്ട്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ബൈലോയും ഇമ്പോർട്ടൻസ് ഓഫ് ബൈലോയും അമെൻമെൻറ്റ് ഓഫ് ബൈലോയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ഇയറിനകത്ത് സിലബസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. തേർഡ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് കോപ്പറേഷൻ, വാട്ട് മീൻ ബൈ കോറം, വാട്ട് ഈസ് ആർബിട്രേഷൻ, അതൊക്കെ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ പഠിക്കുന്നതാണ്. ഹൂ ഈസ് ദ ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി ഏതാണ്, വാട്ട് ഈസ് റിസർവ് ഫണ്ട്, വാട്ട് ഈസ് മീൻ ബൈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിക്വിഡേറ്റർ, വാട്ട് ഈസ് സെൻട്രൽ സൊസൈറ്റി, എന്താണ് ജനറൽ ബോഡി മീറ്റിംഗ്, പിന്നെ ഹൗ ടു ചേഞ്ച് ദ നെയിം ഓഫ് ദി സൊസൈറ്റി. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ മെയിൻ റോൾ ഓഫ് സെക്രട്ടറിയുടെ മെയിൻ റോൾ എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിവിഷൻ. ഇത്തരം കാര്യങ്ങളാണ് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. 5 മാർക്കിന് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചത് മാത്രമായിരിക്കും ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിക്കും. വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിനെ പറ്റി പറഞ്ഞല്ലോ, 4 മീറ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. നെക്സ്റ്റ് ഹൗ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് പ്രൊവൈഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ഗവൺമെൻറ്. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തൊക്കെ ഗവൺമെൻറ് എന്തൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ഡിസ്പ്യൂട്ട് ആൻഡ് ആർബിട്രേഷൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഹൗ ഡു
low cost fund can be secured by cooperative society. Explain the qualification of membership of cooperative society. ഇതെല്ലാം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്, ഇത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതാണ്. റൈറ്റ് ഷോർട്ട് നോൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്, കാർവ് കമ്മിറ്റി, IC ഒക്കെ അത് തന്നെയാണ് തേർഡ് ഇയറിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. സ്പെസിഫൈ ദ മാനർ ഇൻ വിച്ച് ബൈലോ ആർ അമെൻമെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അമെൻമെൻറ്റ് ഓഫ് ബൈലോയെ പറ്റി എഴുതാനാണ്. ഹൗ ക്യാൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബി ഡിവൈഡ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സ്പെസിഫൈ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫൈ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് കളയാം, അതിനെ പറ്റിയാണ്. ഇനി 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ റെഗുലേഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. വൈൻഡിങ് അപ്പ് ആണ് ലിക്വിഡേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ലിക്വിഡേഷൻ എങ്ങനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദി പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബോർഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പറഞ്ഞല്ലോ പവർ, ഒരാളുടെ പവർ പഠിച്ചാൽ നമുക്ക് എല്ലാവരെയും അതായിട്ട് എഴുതാൻ പറ്റും. ജനറൽ ബോഡിയുടെ പവർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പവർ. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നന്നായിട്ട് 10-20 പോയിന്റ് വരുന്ന കുറേ പവേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ദ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലെജിസ്ലേഷൻ കേരള ഫസ്റ്റ് മൊഡ്യൂളിലാണ് എങ്ങനെയാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നതെന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്കസ് ദ റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ്, അതും നമ്മൾ ഓൾറെഡി പവേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എഴുതുമല്ലോ, അതുപോലെ തന്നെയാണ് മെമ്പേഴ്സിൻ്റെ റൈറ്റും നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന essay ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വേരിയസ് ബുക്സ് ആൻഡ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ ദ പവർ ഓഫ് ലിക്വിഡേറ്റർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ റൈറ്റ് ഓഫ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചാലും റൈറ്റ് ഓഫ് ജനറൽ ബോഡി എന്ന് ചോദിച്ചാലും ഒരേ ക്വസ്റ്റ്യൻ എഴുതാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ് essay ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞില്ല ഒരു അക്കൗണ്ടിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും പഠിക്കാനൊരു മൊഡ്യൂളുണ്ട്. അതിൽ തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എങ്ങനെയാണെന്നുള്ളത്. ഇത്രയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന essay ക്വസ്റ്റ്യൻസ്. ഇനി 5 മാർക്കിന് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പിന്നീട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. നമ്മൾ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ സിഗ്നിഫിക്കൻസ് ഓഫ് ബൈലോ. ബൈലോയുടെ സിഗ്നിഫിക്കൻസ്. ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ ടു ചേഞ്ച് ദ നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ സ്റ്റാമ്പ് ആക്ട്. ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് 5 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് 2 മാർക്കിന് വരുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന് ചോദിക്കാം, ബൈലോ എന്താണെന്ന് ചോദിക്കാം, ഡിസ്പ്യൂട്ട്, ആർബിട്രേഷൻ, അപ്പീൽ എന്താണെന്ന് ചോദിക്കാം, ലിക്വിഡേഷൻ മാത്രം എന്താണെന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യനാണ് തേർഡ് ഇയർ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് ഇപ്പം PDF ഇതുവരെയും കിട്ടാത്തവർക്ക്, അതായത് സിലബസ് ഇതുവരെയും കിട്ടാത്തവർക്ക് നമുക്ക് കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ നമ്മൾ ആ സിലബസ് അതിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ സിലബസ് കിട്ടുന്നതായിരിക്കും. കാരണം സിലബസ് നെറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്, ഗൂഗിളിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലിങ്ക് തരാത്തത്. അപ്പം നമ്മൾ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് ടെലിഗ്രാം ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്